വചനം 229. അത്തൊലാഖു വിവാഹമോചനം, തൊലാഖ് മർറതാനി രണ്ടു പ്രാവശ്യമാകുന്നു. ഫഇംസാകുൻ എന്നിട്ട് പിടിച്ചുവെക്കൽ അഥവാ പിരിച്ചയക്കാതിരിക്കുക. ബിമഅറൂഫിൻ ആചാരമനുസരിച്ച്, മര്യാദയനുസരിച്ച്. ഔ തസ്രീഹുൻ അല്ലെങ്കിൽ പിരിച്ചയക്കുക, വേർപ്പെടുത്തുക, വിട്ടയക്കുക. ബി ഇഹ്സാനിൻ നന്മ ചെയ്തുകൊണ്ട്, നല്ല നിലക്ക്. വലാ യഹില്ലു അനുവദനീയമാകുകയില്ല. ലക്കും നിങ്ങൾക്ക്. അൻ തഅഖുദു നിങ്ങൾ വാങ്ങൽ. മിമ്മാ ആതൈതുമൂഹുന്ന അവർക്ക് നിങ്ങൾ കൊടുത്തതിൽ നിന്ന്. ശൈഉൻ യാതൊന്നും. ഇല്ലാ അൻ യഖാഫ അവർ രണ്ടുപേരും ഭയപ്പെടുന്നതായാലല്ലാതെ. അല്ലാ യുഖീമ അവർ നിലനിർത്തുകയില്ലെന്ന്, നടത്തിപ്പോരുകയില്ലെന്ന്. ഹുദൂദുല്ലാ അല്ലാഹുവിൻ്റെ അതിർത്തികളെ, പരിധികളെ. ഫഇൻ ഖിഫ്തും ഇനി നിങ്ങൾ ഭയപ്പെട്ടുവെങ്കിൽ. അല്ലാ യുഖീമ അവർ രണ്ടാളും നിലനിർത്തുകയില്ലെന്ന്. ഹുദൂദല്ലാ അല്ലാഹുവിൻ്റെ അതിർത്തികളെ, പരിധികളെ. ഫലാ ജുനാഹ എന്നാൽ കുറ്റമില്ല, തെറ്റില്ല. അലൈഹിമ അവർ രണ്ടാളുടെയും മേൽ. ഫീമ യാതൊന്നിൽ. അഫ്തദത് അവൾ സ്വയം മോചിതയായി, ദണ്ഡം നൽകി. ബിഹി അതുകൊണ്ട്, അതുമൂലം. തിൽക അത്, അവ. ഹുദൂദുല്ലാ അല്ലാഹുവിൻ്റെ അതിർത്തികളാകുന്നു. ഫലാ തഅ്തദൂഹ അതിനാൽ നിങ്ങളത് വിട്ടുകടക്കരുത്, അതിക്രമിക്കരുത്, ലംഘിക്കരുത്. വമൻ യതഅദ്ദ ആരെങ്കിലും അതിക്രമിച്ചാൽ, വിട്ടുകടക്കുന്ന പക്ഷം. ഹുദൂദല്ലാ അല്ലാഹുവിൻ്റെ അതിരുകളെ. ഫഉലൈക ഹും എന്നാൽ അക്കൂട്ടർ തന്നെ. അദ്ദാലിമൂൻ അക്രമികൾ. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. തൊലാഖ് അഥവാ വിവാഹമോചനം രണ്ട് പ്രാവശ്യമാകുന്നു ഉള്ളത്. എന്നിട്ട് പിന്നെ ആചാര്യമര്യാദയനുസരിച്ച് വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നന്മ ചെയ്തുകൊണ്ട് പിരിച്ചയക്കുക. ഇതാണ് വേണ്ടത്. നിങ്ങൾ അവർക്ക് അഥവാ ഭാര്യമാർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങൽ നിങ്ങൾക്ക് അനുവദനീയമാകയില്ല. അവർ അഥവാ ഭാര്യ ഭർത്താക്കൾ രണ്ടുപേരും അല്ലാഹുവിൻ്റെ നിയമ അതിർത്തികളെ നിലനിർത്തി പോരുകയില്ലെന്ന് അവർ ഭയപ്പെടുന്നതായാലല്ലാതെ. ഇനി അവർ രണ്ടുപേരും അല്ലാഹുവിൻ്റെ നിയമ അതിർത്തികളെ തങ്ങൾ നിലനിർത്തി പോരുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടെങ്കിൽ, അപ്പോൾ അവൾ യാതൊന്നു കൊടുത്തുകൊണ്ട് സ്വയം മോചിതയാകുന്നുവോ അതിൽ രണ്ടുപേരുടെ മേലും തെറ്റില്ല. അത് ഒക്കെയും അല്ലാഹുവിൻ്റെ നിയമ അതിർത്തികളാകുന്നു. ആകയാൽ അവയെ നിങ്ങൾ വിട്ടുകടക്കരുത്. ആർ അല്ലാഹുവിൻ്റെ നിയമ അതിർത്തികളെ വിട്ടുകടക്കുന്നുവോ അക്കൂട്ടർ തന്നെയാകുന്നു അക്രമികൾ. വചനം 230. ഫഇൻ ത്വല്ലഖഹ എന്നിട്ട് അവൻ അവളെ വിവാഹമോചനം ചെയ്താൽ. ഫലാ തഹില്ലു ലഹു എന്നാൽ അവൾ അവന് അനുവദനീയമാകയില്ല. മിൻ ബഅദു പിന്നീട്, ശേഷം. ഹത്താ തൻകിഹ അവൾ വിവാഹം കഴിക്കുന്നതുവരെ. സൗജൻ ഒരു ഭർത്താവിനെ. ഗൈറഹു അവനല്ലാത്ത, അവനൊഴികെ. ഫഇൻ ത്വല്ലഖഹ എന്നിട്ട് അവൻ അവളെ വിവാഹമോചനം ചെയ്താൽ.
ഫലാ ജുനാഹ എന്നാൽ തെറ്റില്ല, അലൈഹിമ അവർ രണ്ടാളുടെ മേൽ, അയ്യതറാജഅ അവർ രണ്ടാളും അന്യോന്യം മടങ്ങുന്നതിന്, ഇൻ ളന്ന രണ്ടാളും വിചാരിച്ചെങ്കിൽ, ധരിച്ചാൽ, അയ്യുഖീമ രണ്ടാളും നിലനിർത്തുമെന്ന്, ഹുദൂദല്ലാ അള്ളാഹുവിൻ്റെ അതിർത്തികളെ, വതിൽക അവ അതും, ഹുദൂദുല്ലാ അള്ളാഹുവിൻ്റെ അതിർത്തികളാകുന്നു, യുബയ്യിനുഹ അവയെ അവൻ വിവരിക്കുകയാണ്, വ്യക്തമാക്കുന്നു, ലിഖൗമിൻ ഒരു ജനതയ്ക്ക്, ജനങ്ങൾക്ക് വേണ്ടി, യഅലമൂൻ അവർ അറിയും. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. എന്നിട്ട് പിന്നെയും അവൻ അവളെ ത്വലാക്ക് അഥവാ വിവാഹമോചനം നടത്തിയെങ്കിൽ അവനല്ലാത്ത വേറെ ഒരു ഭർത്താവിനെ അവൾ വിവാഹം കഴിക്കുന്നതുവരേക്കും ഇനി അവൾ അവന് അനുവദനീയമാകുകയില്ല. എന്നിട്ട് അവൻ അഥവാ രണ്ടാമത്തേവൻ അവളെ വിവാഹമോചനം നടത്തിയെങ്കിൽ അപ്പോൾ അവർ രണ്ടുപേരും അന്യോന്യം മടങ്ങി വരുന്നതിന് അവരുടെ മേൽ തെറ്റില്ല. അതെ, അവർ രണ്ടാളും അള്ളാഹുവിൻ്റെ നിയമ അതിർത്തികളെ തങ്ങൾ നിലനിർത്തി പോരുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവ ഒക്കെയും അള്ളാഹുവിൻ്റെ നിയമ അതിർത്തികളാകുന്നു. അറിയുന്ന ജനങ്ങൾക്കു വേണ്ടി അവൻ അവ വിവരിച്ചു കൊടുക്കുകയാണ്. 229, 230 എന്നീ വചനങ്ങളുടെ വിശദീകരണം. കഴിഞ്ഞ 224, 225 വചനങ്ങളിൽ സത്യത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ അള്ളാഹു പ്രസ്താവിച്ചു. തുടർന്നുള്ള 2 വചനങ്ങളിൽ ഒരു പ്രത്യേകതരം സത്യമായ ഈലായിനെക്കുറിച്ചും പ്രസ്താവിച്ചു. സന്ദർഭവശാൽ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ത്വലാഖിനെ അഥവാ വിവാഹമോചനത്തെ സംബന്ധിച്ചും സ്പർശിക്കുകയുണ്ടായി. അങ്ങനെ 228 വചനത്തിൽ ത്വലാഖ് സംബന്ധമായ നിയമങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ ത്വലാഖിനു ശേഷം ഭാര്യയെ മടക്കിയെടുക്കുന്നതിനെപ്പറ്റിയും ഇദ്ദയെപ്പറ്റിയും സംസാരിച്ചു. അതിനെ തുടർന്ന് ഇവിടെ മടക്കിയെടുക്കാവുന്ന ത്വലാഖ് ഏതാണെന്നും മടക്കിയെടുക്കുവാൻ പാടില്ലാത്ത ത്വലാഖ് ഏതാണെന്നും ത്വലാഖ് നിർവഹിക്കേണ്ടുന്നത് എങ്ങനെയായിരിക്കണമെന്നും മറ്റും വിവരിക്കുന്നു. ത്വലാഖ് സംബന്ധമായി പ്രധാനപ്പെട്ട പല നിയമങ്ങളും ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ഇടയ്ക്കിടെ 4-5 പ്രാവശ്യം അവയെപ്പറ്റി ഹുദൂദുല്ലാ അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികൾ എന്ന് വിശേഷിപ്പിക്കുകയും അവ ലംഘിക്കുന്നതിനെപ്പറ്റി കർശനമായ താക്കീത് നൽകുകയും ചെയ്തിരിക്കുന്നു. പ്രസ്തുത നിയമങ്ങൾക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഗൗരവമാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇതൊക്കെയായിട്ടും മുസ്ലിം സമുദായം ഈ കർശനമായ നിയമാതിർത്തികളെ മിക്കതും ലംഘിക്കുകയും മറികടക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് അപാരമായ വ്യസനത്തോടുകൂടി പറയേണ്ടി വന്നിരിക്കുകയാണ്. ഫഇലല്ലാഹിൽ മുസ്തക അറബികൾക്കിടയിൽ നടപ്പിലുണ്ടായിരുന്ന പല നടപടിക്രമങ്ങളും അവയിൽ ചില പരിഷ്കാരങ്ങളോ നിയന്ത്രണങ്ങളോ വരുത്തിക്കൊണ്ട് ഇസ്ലാം അംഗീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് അത്വലാഖ് വർ-റജ്അ അഥവാ വിവാഹമോചനവും അതിനുശേഷമുള്ള മടക്കിയെടുക്കലും. ഒരാൾക്ക് അയാളുടെ ഭാര്യയെ എത്ര പ്രാവശ്യം വേണമെങ്കിലും വിവാഹമോചനം നടത്തുകയും മടക്കിയെടുക്കുകയും ചെയ്യുവാൻ അന്നു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇതുമൂലം സ്ത്രീകൾ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടിയും വന്നിരുന്നു. വിവാഹം നിമിത്തം ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുകയോ വിവാഹമോചനം വഴി ലഭിക്കേണ്ടുന്ന സ്വാതന്ത്ര്യം ലഭിക്കുകയോ ചെയ്യാതെ, അതേ വിവാഹിതയോ വിവാഹമോചിതയോ അല്ലാത്ത വിധം എത്രയോ സ്ത്രീകൾ ആയുഷ്കാലം ഉന്തിനേക്കേണ്ടി വരികയും പതിവായിരുന്നു. തമ്മിൽ വല്ല വഴക്കോ വക്കാണമോ കൂടുമ്പോൾ ഞാൻ നിന്നെ ഒരു കാലത്തും ഏറ്റെടുക്കുകയുമില്ല, വിട്ടയക്കുകയുമില്ല എന്നു ചിലർ തുറന്നു പറയുക കൂടി ചെയ്തേക്കും. ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ അൻസാരികൾക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയും ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സങ്കടം ബോധിപ്പിക്കുകയും ഉണ്ടായതായി റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഈ നികൃഷ്ട സമ്പ്രദായത്തിന് അറുതി വരുത്തുകയും നീതിയുക്തവും ഉപകാരപ്രദവും പ്രായോഗികവുമായ നിയമങ്ങൾ വഴി അതിനു നിയന്ത്രണം വരുത്തുകയും അങ്ങനെ അത്തരം അക്രമങ്ങൾക്ക് ഇരയാകുന്നതിൽ നിന്ന് സ്ത്രീ സമുദായത്തെ രക്ഷപ്പെടുത്തുകയുമാണ് ഈ വചനങ്ങൾ മുഖേന അള്ളാഹു ചെയ്തിരിക്കുന്നത്. ജാഹിലിയ കാലത്ത് അറബികളിൽ സ്ത്രീകളുടെ വിവാഹമോചന വിഷയത്തിൽ
ഒരു തരം അരാജകത്വമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മേൽ പ്രസ്താവിച്ചതിൽ നിന്ന് മനസ്സിലായല്ലോ. അതുപോലെയോ അതിലുപരിയായോ ഉള്ള ഒരരാജകത്വം പരിഷ്കൃത യുഗമെന്ന് പറയപ്പെടുന്ന ഇക്കാലത്തും ക്രിസ്ത്യാനികൾക്ക് ബഹുഭൂരിപക്ഷമുള്ള യൂറോപ്യൻ നാടുകളിൽ പോലും നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബൈബിളിൻ്റെ വിധി നേരെ മറിച്ചാണുള്ളതും. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ പിന്നീട് ഒരു കാരണവശാലും അവന് അവളെ വിവാഹമോചനം നൽകിവിടുവാൻ പാടില്ലാത്തതാണ്. തമ്മിൽ യോജിക്കാതെ വേർപിരിഞ്ഞു താമസിക്കേണ്ടി വന്നാൽ പോലും രണ്ടു കൂട്ടർക്കും വിവാഹം കഴിക്കുവാൻ പാടില്ല. വിവാഹം കഴിക്കുന്ന പക്ഷം പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ അത് വ്യഭിചാരമായി ഗണിക്കപ്പെടുന്നതുമാകുന്നു. മത്തായി 5:31-32, ലൂക്കോസ് 16:18-1, കൊരിന്ത്യർ 7:10-12 നോക്കുക. അല്പാൽപ വ്യത്യാസം കാണപ്പെടുമെങ്കിലും ഏറെക്കുറെ ഹിന്ദുമതാനുയായികളിലും ഇതുപോലെയുള്ള നടപടിക്രമങ്ങളാണുള്ളത്. ഇസ്ലാമാകട്ടെ പരസ്പര വിരുദ്ധങ്ങളായ ഈ രണ്ട് നയങ്ങൾക്കു മധ്യേ മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യവും പ്രായോഗിക ജീവിതത്തിന് അനുയുക്തവുമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാവുന്നതാകുന്നു. ഇനി നമുക്ക് ഈ വചനങ്ങളിലടങ്ങിയ മുഖ്യ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാം. വമിനല്ലാഹി തൗഫീഖ്. 1. അത്വലാഖ് മറത്താനി. ത്വലാഖ് അഥവാ വിവാഹമോചനം 2 പ്രാവശ്യമാകുന്നു. ഇദ്ദാകാലത്ത് മടക്കിയെടുക്കാവുന്ന ത്വലാഖ് 2 പ്രാവശ്യമാണുള്ളതെന്ന് സാരം. അല്ലാതെ ഒരാൾക്ക് തൻ്റെ ഭാര്യയെ ആകെ 2 പ്രാവശ്യമേ ത്വലാഖ് നടത്താവൂ എന്നല്ല അർത്ഥം. തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് ഇത് സ്പഷ്ടമാണ്. എന്നുവെച്ചാൽ 1-ാമത്തെ പ്രാവശ്യം ത്വലാഖ് നടത്തിയാൽ അതിൻ്റെ ഇദ്ദ കഴിയും മുമ്പായി ഭർത്താവിന് ഭാര്യയെ വിവാഹത്തിലേക്ക് മടക്കിയെടുക്കാം. ഇദ്ദ കഴിയുന്നതുവരെ മടക്കിയെടുക്കാതെ വിവാഹമോചനം നിലനിർത്തുകയും ചെയ്യാം. മടക്കിയെടുക്കുന്ന പക്ഷം ആവശ്യം നേരിട്ടാൽ 2-ാമതും ത്വലാഖ് നടത്താം. ഈ ത്വലാഖിന് ശേഷം ഭർത്താവ് 2-ൽ-1 സ്വീകരിക്കുവാൻ ബാധ്യസ്ഥനായി. ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. സദാചാര മര്യാദ പ്രകാരം അവളെ വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നന്മ ചെയ്തുകൊണ്ട് നല്ല നിലയിൽ അവളെ പിരിച്ചുവിടുക. അതായത് അവളെ വിവാഹത്തിലേക്ക് മടക്കിയെടുത്ത് നല്ല രൂപത്തിലും മര്യാദയും അനുസരിച്ചും അവളുമായി പെരുമാറിക്കൊണ്ട് കഴിഞ്ഞുകൂടുക. മടക്കിയെടുക്കുന്നത് വല്ല ദുരുദ്ദേശ്യവും വെച്ചുകൊണ്ടോ അവളുമായി സുഖകരമല്ലാത്ത പെരുമാറിക്കൊണ്ടോ ആയിരിക്കരുത്. ഇതിന് തയ്യാറില്ലാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത പക്ഷം നല്ല നിലക്കും മാന്യമായ രീതിയിലും അവളെ പിരിച്ചയക്കുക. ഈ 2-ൽ-1 സ്വീകരിക്കുവാൻ ഭർത്താവ് നിർബന്ധിതനാകുന്നു. മേൽ പ്രസ്താവിച്ച നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളും വിശദീകരണങ്ങളും കൂടി അറിഞ്ഞിരിക്കുന്നത് സന്ദർഭോചിതമായിരിക്കും. ഉദാഹരണമായി 1. ത്വലാഖ് 2 എന്നോ മറ്റോ പറയാതെ ത്വലാഖ് 2 പ്രാവശ്യമാണ് അത്വലാഖു മറത്താനി എന്ന് പറഞ്ഞിരിക്കൊണ്ട് ഒരേ സമയം തന്നെ ഒരടിയായി 2-3 ത്വലാഖുകൾ നടത്തുന്ന സമ്പ്രദായം ശരിയല്ലെന്നും ഓരോ ത്വലാഖും വെവ്വേറെ പ്രാവശ്യത്തിലായിരിക്കേണ്ടതുണ്ടെന്നും മനസ്സിലാക്കാം. ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് താഴെ സംസാരിക്കാം ഇൻഷാ അള്ളാഹ്. 2. ഇദ്ദയുടെ കാലം ദീർഘിച്ചു പോകുവാൻ ഇടയാക്കാത്ത അവസരത്തിലായിരിക്കണം ത്വലാഖ് നടക്കുന്നത്. അഥവാ സംയോഗം നടന്നിട്ടില്ലാത്ത ശുദ്ധികാലത്തായിരിക്കണം. ആർത്തവകാലത്തോ സംയോഗം നടന്നിട്ടുള്ള ശുദ്ധികാലത്തോ ആവരുത്. ഇത് സംബന്ധിച്ച് സൂറത്തു ത്വലാഖിലെ ആദ്യത്തെ വചനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതിന് പുറമെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുമുണ്ട്. വിശദ വിവരത്തിന് സൂറത്തു ത്വലാഖിൻ്റെ വ്യാഖ്യാനം നോക്കുക. 3. 1-ാം പ്രാവശ്യത്തെ ത്വലാഖിനെ തുടർന്നുള്ള ഇദ്ദ അവസാനിക്കുന്നതുവരെ മടക്കിയെടുക്കാത്ത പക്ഷം പിന്നീട് അവൾക്ക് വേറെ വിവാഹം കഴിക്കാം. ഇരുവിഭാഗക്കാർക്കും ഇഷ്ടമാണെങ്കിൽ വിവാഹമോചനം നടത്തിയ ആദ്യത്തെ ഭർത്താവിന് തന്നെയും അവളെ വിവാഹം കഴിക്കാവുന്നതാണ്. 2-ാം പ്രാവശ്യം ത്വലാഖ് നടത്തിയാലുള്ള വിധിയും ഇതുപോലെ തന്നെ. ഇദ്ദാകാലത്ത് മടക്കിയെടുക്കായിക കൊണ്ടോ താഴെ പറയും പ്രകാരം പ്രതിഫലം വാങ്ങിക്കൊണ്ടുള്ള ത്വലാഖായത് അഥവാ ഖുൽഅ് നിമിത്തമോ ആണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപെട്ടു പോകുന്നതെങ്കിൽ അതിന് ബൈനൂനത്തുൻ സുഗ്റ അഥവാ ചെറിയ വേർപാട് എന്നാണ് സാങ്കേതിക ഭാഷയിൽ പറയപ്പെടുക. കാരണം വേണമെങ്കിൽ ഈ വേർപാടിന് ശേഷവും അവർക്ക് പുതിയൊരു വിവാഹം മുഖേന പഴയ ബദ്ധത്തിലേക്ക് മടങ്ങാവുന്നതാണ്. 3-ാം പ്രാവശ്യത്തെ ത്വലാഖിന് ശേഷം മടക്കിയെടുക്കുവാൻ പാടില്ല. താഴെ പറയുന്ന പ്രകാരം മറ്റൊരാൾ വിവാഹം കഴിക്കുകയും അവൻ വിവാഹമോചനം നടത്തി ഇദ്ദ കഴിയുകയും ചെയ്താലല്ലാതെ വീണ്ടും വിവാഹം കഴിപ്പാനും പാടില്ല. അതുകൊണ്ട് ഈ വേർപാടിന് ബൈനൂനത്തുൻ കുബറ അഥവാ വലിയ വേർപാട് എന്നും പറയപ്പെടുന്നു.
4. ഹൈദ് അഥവാ ആർത്തവകാലത്തോ സംയോഗം നടന്നിട്ടുള്ള ശുദ്ധികാലത്തോ ത്വലാക്ക് നടത്തുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതിന് അനാചാരമായ ത്വലാഖും ബിദ്അ എന്ന് പറയപ്പെടുന്നു. ഈ ത്വലാക്ക് സാധുവാകുമോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് വിരോധിക്കപ്പെട്ടതാണെന്നുള്ളതിൽ സംശയമില്ല. 2. വലാ യഹില്ലു ലക്കും അൻ തഖുദൂ മിമ്മ ആതീതുമൂഹുന്ന ശൈആ. നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു മേടിക്കുവാൻ നിങ്ങൾക്ക് പാടില്ല. വിവാഹത്തിൽ മഹറായി അഥവാ വിവാഹമൂല്യമായി നൽകപ്പെട്ട ധനമോ അതിൻ്റെ ഒരു ഭാഗമോ തിരിച്ചു വാങ്ങിക്കൂടാ എന്നുദ്ദേശ്യം. സംഭാവനയായി വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു വാങ്ങാവതല്ല. ഒരിക്കൽ ദാനമായി കൊടുത്തതിനെ പിന്നീട് തിരിച്ചു വാങ്ങുന്നത് ഛർദ്ദിച്ച വസ്തുവെ വീണ്ടും തിന്നുന്ന നായയുടെ സ്വഭാവമാണ് എന്നത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതാവുമ്പോഴാണല്ലോ ത്വലാക്ക് നടക്കുക. അപ്പോൾ താൻ മുമ്പ് അവൾക്ക് നൽകിയിരുന്ന വല്ലതും മടക്കി കിട്ടുവാൻ അവൻ ആഗ്രഹിക്കുക സ്വാഭാവികമായിരിക്കും. അതുകൊണ്ടാണ് ത്വലാക്കിനെപ്പറ്റി പ്രസ്താവിച്ചപ്പോൾ ഇക്കാര്യവും പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നത്. ഒരാൾ തൻ്റെ ഭാര്യമാർക്ക് വളരെ വമ്പിച്ച സംഖ്യ തന്നെ കൊടുത്തിരുന്നാലും വിവാഹമോചന വേളയിൽ അതിൽ നിന്ന് വല്ലതും തിരിച്ചു വാങ്ങുന്നത് കുറ്റകരമാണെന്നും മാന്യതയ്ക്ക് യോജിക്കാത്തതാണെന്നും സൂറത്തു നിസാ 20-21 വെച്ച് കാണാവുന്നതാണ്. എങ്കിലും അവൾ സന്തോഷപൂർവ്വം വല്ലതും വിട്ടുകൊടുക്കുന്ന പക്ഷം അത് സ്വീകരിക്കുന്നതിന് വിരോധമില്ലതാനും. നിസാ 4. എന്നാൽ രണ്ടുപേരും തമ്മിൽ യോജിച്ചും പരസ്പര ബാധ്യതകൾ നിറവേറ്റിയും കൊണ്ട് ഒത്തൊരുമിച്ച് കഴിയുകയില്ലെന്ന് കണ്ടാൽ ഈ നിരോധം ബാധകമല്ല. അതാണ് ഇല്ലാ അൻ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ് അഥവാ അള്ളാഹുവിൻ്റെ നിയമാതിർത്തികളെ അവർ രണ്ടാളും നിലനിർത്തുകയില്ലെന്ന് അവർ ഭയപ്പെട്ടാലൊഴികെ എന്നു പറഞ്ഞതിൻ്റെ സാരം. ഈ അവസരത്തിൽ എന്താണ് പോംവഴി എന്ന് അടുത്ത വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. 3. ഫഇൻ ഖിഫ്തും അല്ലാ യുഖീമ ഹുദൂദല്ലാഹ് ഫലാ ജുനാഹ അലൈഹിമാ ഫീമഫ്തദത് ബിഹ്. അഥവാ ഇനി അവർ രണ്ടുപേരും അള്ളാഹുവിൻ്റെ നിയമാതിർത്തികളെ നിലനിർത്തുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ അപ്പോൾ അവൾ ഏതൊന്നു കൊടുത്തുകൊണ്ട് സ്വയം മോചിതയാകുന്നുവോ അതിൽ രണ്ടുപേർക്കും തെറ്റില്ല. ഈ വാക്യത്തിൽ നിങ്ങൾ ഭയപ്പെട്ടാൽ എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധേയമാകുന്നു. ഇരുപക്ഷത്തുമുള്ള ഉത്തരവാദപ്പെട്ടവർ, ഭരണകർത്താക്കൾ, മധ്യസ്ഥന്മാർ മുതലായവരെയാണ് ഇത് അഭിമുഖീകരിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ യോജിച്ചു പോകുകയില്ലെന്ന് അവർക്ക് തോന്നുകയും അവൾ അവനിൽ നിന്ന് മോചനം സിദ്ധിക്കണമെന്ന് ആവശ്യമുണ്ടാകുകയും ചെയ്യുന്ന പക്ഷം വിവാഹമോചനത്തിന് അവൾ പ്രതിഫലം കൊടുക്കുവാൻ നിശ്ചയിക്കുകയും അവനത് സ്വീകരിച്ചുകൊണ്ട് വിവാഹമോചനം നൽകുകയും ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് താൽപ്പര്യം. ഇങ്ങനെ പ്രതിഫലം നിശ്ചയിച്ചു കൊണ്ടുള്ള വിവാഹമോചനത്തിനാണ് ഖുൽഅ് എന്ന് സാങ്കേതികമായി പറയപ്പെടുന്നത്. അടിക്കുറിപ്പ്: ഉരിയുക, അഴിച്ചുവെക്കുക എന്നൊക്കെയാണ് ഖലഇൻ്റെ ഭാഷാ അർത്ഥം. വിശദീകരണം തുടരുന്നു. തക്കതായ കാരണം കൂടാതെ ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനോട് പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ടോ അല്ലാതെയോ വിവാഹമോചനത്തിന് ആവശ്യപ്പെട്ടുകൂടാത്തതാകുന്നു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും വിഷമം കൂടാതെ അവളുടെ ഭർത്താവിനോട് തൻ്റെ ത്വലാക്കിന് ആവശ്യപ്പെട്ടാൽ അവളുടെ മേൽ സ്വർഗത്തിൻ്റെ വാസന ഹറാമാകുന്നതാണ്. ഇബ്നു ജരീർ, തിർമിദി, അഹ്മദ്, അബൂദാവൂദ്. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി തമ്മിൽ കക്ഷിവഴക്കില്ലാത്തപ്പോൾ ഖുൽഅ് പാടില്ല എന്ന് പല മഹാന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് മതവിഷയത്തിലോ സ്വഭാവത്തിലോ തനിക്ക് വെറുപ്പൊന്നുമില്ലെന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം അദ്ദേഹം ഒന്നിച്ച് കഴിഞ്ഞുകൂടുവാൻ സാധ്യമല്ലെന്നും അറിയിക്കുകയുണ്ടായി. അദ്ദേഹം അവർക്ക് മഹറായി നൽകിയിരുന്ന തോട്ടം അങ്ങോട്ട് മടക്കി കൊടുക്കാമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു. കൊടുക്കാമെന്ന് അവർ മറുപടി പറഞ്ഞു. ആ തോട്ടം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ത്വലാക്ക് നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ സംഭവം ബുഖാരി റഹിമഹുല്ല മുതലായവർ ഉദ്ധരിച്ചിട്ടുള്ളതാകുന്നു. ഖുൽഇൽ പ്രതിഫലമായി നിശ്ചയിക്കപ്പെടുന്ന സംഖ്യ വിവാഹവേളയിൽ നൽകപ്പെട്ട മഹറിനേക്കാൾ കവിയാതിരിക്കുകയാണ് നല്ലതെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു. കൂടുതൽ ആവശ്യപ്പെടുന്നത് നീതിയും മര്യാദയുമല്ലതാനും. അതുകൊണ്ട് ഖുൽഇൽ നിശ്ചയിക്കുന്ന പ്രതിഫലം മഹറിനേക്കാൾ കവിയുവാൻ പാടില്ലെന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എങ്കിലും അവൾ ഏതൊന്നു കൊടുത്തുകൊണ്ട് സ്വയം മോചിതയാകുന്നുവോ
അതിൽ രണ്ടാൾക്കും തെറ്റില്ല. ഫലാ ജുനാഹ അലൈഹിമാ ഫീമഫ്തദത് ബിഹി എന്നാണല്ലോ അള്ളാഹു പറഞ്ഞ വാക്ക്. അവൾക്ക് ഭർത്താവിൽ നിന്ന് മോചനം സിദ്ധിക്കുവാൻ വേണ്ടി അവൾ സ്വയം നൽകുന്ന ഏതു പ്രതിഫലവും സ്വീകരിക്കാമെന്നാണ് ഇതിൽ നിന്ന് ധ്വനിക്കുന്നത്. കൂടുതൽ ഒന്നും വാങ്ങിക്കൂടാ എന്ന് ഹദീസിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഇരു കൂട്ടരും തമ്മിൽ തീരുമാനിക്കുന്ന ഏത് തുകയും ഖുൽഇൽ പ്രതിഫലമായി നിശ്ചയിക്കുന്നതിന് വിരോധമില്ല എന്നത്രേ ഭൂരിപക്ഷാഭിപ്രായം. ചില സ്വഹാബികളും ഈ അഭിപ്രായക്കാരാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും പരസ്പരം ഒരു ധാരണയിലെത്താതെ താങ്ങാനാവാത്ത സംഖ്യ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടുന്നത് അനീതിയും അക്രമവുമാകുന്നു. ഖുൽഇ നടന്നാൽ പിന്നെ അതിനെ തുടർന്നുള്ള ഇദ്ദയിൽ മടക്കിയെടുക്കുവാനുള്ള ഭർത്താവിൻ്റെ അവകാശം നഷ്ടപ്പെട്ടു പോകുന്നതാകുന്നു. 4. فَإِن طَلَّقَهَا فَلَا تَحِلُّ لَهُ مِن بَعْدُ حَتَّى تَنكِحَ زَوْجًا غَيْرَهُ അഥവാ ഇനി അവൻ അവളെ വിവാഹമോചനം നടത്തിയെങ്കിൽ അവനല്ലാത്ത ഒരു ഭർത്താവിനെ അവൾ വിവാഹം കഴിക്കുന്നതുവരെ ഇനി അവൾ അവന് അനുവദനീയമാകുകയില്ല. അതായത് മുമ്പ് 2 വട്ടം ത്വലാഖ് കഴിഞ്ഞതിന് ശേഷം മൂന്നാമതും ത്വലാഖ് നടത്തിയാൽ പിന്നെ മടക്കിയെടുക്കുന്ന പ്രശ്നമില്ല. മറ്റൊരു ഭർത്താവ് അവളെ വിവാഹം കഴിക്കുകയും അവൻ അവളെ വിവാഹമോചനം നടത്തുകയും വേണം. അതിൻ്റെ നിയമപ്രകാരമുള്ള ഇദ്ദ കഴിയുകയും വേണം. എന്നാൽ മാത്രമേ പിന്നീട് അവന് അവളെ വീണ്ടും വിവാഹം കഴിക്കുവാൻ പാടുള്ളൂ. അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നതുവരെ എന്നോ മറ്റോ പറയാതെ അവൾ മറ്റൊരു ഭർത്താവിനെ വിവാഹം കഴിക്കുന്നതുവരെ ഹത്താ തൻകിഹ സൗജൻ ഗൈറ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. ആ വിവാഹം സാധാരണഗതിയിലുള്ള വിവാഹമായിരിക്കണം. ആദ്യ ഭർത്താവിൻ്റെയോ മറ്റോ നിർബന്ധപ്രകാരമോ ആവശ്യപ്രകാരമോ ആയിരിക്കരുത് എന്നാണത് കാണിക്കുന്നത്. വിവാഹം കഴിക്കുന്നതുവരെ എന്നു മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും ആ വിവാഹത്തിൽ അവർ തമ്മിൽ സംയോഗം നടന്നിരിക്ക കൂടി വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിരിക്കുന്നു. ബുഖാരി, മുസ്ലിം. എന്നിട്ട് അവൻ അവളെ വിവാഹമോചനം നടത്തുന്ന പക്ഷം അവർ രണ്ടുപേരും അന്യോന്യം മടങ്ങി വരുന്നതിന് തെറ്റില്ല എന്ന വാക്യത്തിൽ നിന്ന് ആ നിക്കാഹ് പോലെ തന്നെ അഥവാ ആ വിവാഹം പോലെ തന്നെ ആ ത്വലാഖും സാധാരണഗതിയിൽ നടന്നതായിരിക്കണം. മറ്റൊരു നിർബന്ധത്തിനോ ആവശ്യത്തിനോ വഴങ്ങിക്കൊണ്ടാവരുത് എന്നും മനസ്സിലാക്കാം. ത്വലാഖ് കഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർന്നുള്ള ഇദ്ദയും കഴിയേണ്ടതുണ്ടെന്നും ആ ഭർത്താവ് അവളെ മടക്കിയെടുക്കാതിരിക്കേണ്ടതുണ്ടെന്നും പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ആവശ്യമില്ലല്ലോ. ഇതെല്ലാം ശരിയായാൽ പിന്നെയും ഒരു ഉപാധിയുണ്ട്. തമ്മിൽ വിവാഹബന്ധം നടന്ന ശേഷം 3 പ്രാവശ്യം ആ ബന്ധത്തിന് വിഘാതം നേരിടുകയുണ്ടായ ആ ഭാര്യാഭർത്താക്കൾ തമ്മിൽ മേലിൽ അള്ളാഹുവിൻ്റെ നിയമപരിധിക്കുള്ളിൽ ഒതുങ്ങി നിന്ന് രഞ്ജിപ്പോടെ കഴിഞ്ഞുകൂടുമെന്നുള്ള പ്രതീക്ഷ 2 പേർക്കും ഉണ്ടായിരിക്കണം. 2 ആൾക്കുമോ 2-ൽ ഒരാൾക്കോ അങ്ങനെ പ്രതീക്ഷയില്ലാത്ത പക്ഷം അവർ വീണ്ടും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് ശരിയല്ല. അള്ളാഹുവിൻ്റെ അതിർത്തികളെ തങ്ങൾ നിലനിർത്തിപ്പോരുമെന്ന് 2 പേരും കരുതിയാൽ എന്ന വാക്യത്തിൽ നിന്ന് ഇത് സ്പഷ്ടമാണ്. 3 പ്രാവശ്യം തെറ്റിപ്പിരിഞ്ഞ അവർ 4-മത്തെ പ്രാവശ്യം പ്രത്യേകം ഇക്കാര്യം ഗൗനിക്കേണ്ടതുണ്ടല്ലോ. മനുഷ്യരുടെ മനഃശാസ്ത്രം മനുഷ്യരെക്കാൾ അറിയാവുന്ന സ്രഷ്ടാവ് ഓരോ വാക്യത്തിലും മനുഷ്യന്റെ നന്മയ്ക്കു വേണ്ടി നൽകുന്ന മാർഗദർശനത്തെപ്പറ്റി ഒന്നാലോചിച്ചു നോക്കുക. ബാഹ്യാവസ്ഥയ്ക്കല്ല, യഥാർത്ഥമായ മനസ്ഥിതിക്കാണ് ഇവിടെ പരിഗണനയുള്ളതെന്ന് ആർക്കും വ്യക്തമാകും. മനസ്സിരുപ്പ് മറ്റൊന്നായിക്കൊണ്ടാണ് അവർ 2 പേരും തമ്മിൽ പിന്നെയും വിവാഹബന്ധം സ്ഥാപിക്കുന്നതെങ്കിൽ നിയമദൃഷ്ട്യാ വിവാഹം സാധുവായേക്കുമെങ്കിലും അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരായിരിക്കും. ഇഹത്തിലാകട്ടെ ആ ബന്ധം അവർക്ക് പൂർവാധികം അസ്വാസ്ഥ്യമുളവാക്കുവാനേ ഉപകരിക്കുകയുള്ളൂ. 3 പ്രാവശ്യം വിവാഹമോചനം ചെയ്തതിനു ശേഷം സ്ത്രീകളെ വീണ്ടും വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ച മേൽക്കണ്ട ഉപാധികളെ മറികടക്കുവാനുള്ള ചില സൂത്രങ്ങൾ നടത്തുന്ന പതിവ് ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. ചില പണ്ഡിത വിഭാഗങ്ങൾ അതിന് അരുനിൽക്കുകയും പിന്തുണ നൽകുകയും ചെയ്തും വരുന്നു. വല്ല വിഡ്ഢികളെയും പ്രതിഫലം കൊടുത്തോ മറ്റോ സ്വാധീനിച്ച് ഒരു നാമമാത്ര വിവാഹം ബാഹ്യത്തിൽ നടത്തുക, അടുത്ത അവസരം തന്നെ അവരെ കൊണ്ട് വിവാഹമോചനവും ചെയ്യിക്കുക. ഇതാണ് ചില വിഡ്ഢികൾ പ്രതിഫലം മോഹിച്ചുകൊണ്ട് സ്വയം തന്നെ അതിന് തയ്യാറെടുക്കലും ഉണ്ട്. ചടങ്ങു നിൽക്കുക എന്ന പേരിലാണ് ഈ വിവാഹം അറിയപ്പെടുന്നത്.
ഈ പേരു തന്നെ അള്ളാഹുവിൻ്റെ നിയമത്തെ അവഗണിക്കലാണെന്നും അതിനെ കേവലം ഒരു ചടങ്ങായി മാറ്റലാണെന്നും വിളിച്ചോതുന്നു. തക്കതായ കാരണം കൂടാതെയും ഭാവിയെപ്പറ്റി വീണ്ടു വിചാരമില്ലാതെയും 2ഉം 3ഉമൊക്കെ ത്വലാഖ് ഒറ്റ അടിക്ക് നടത്തിക്കളയും. അടുത്ത ദിവസം തന്നെ അതിനെപ്പറ്റി ഖേദത്തിലുമാകും. അടുത്ത ആലോചന ഈ ശപിക്കപ്പെട്ട ചടങ്ങിനെക്കുറിച്ചായിരിക്കും. ഇങ്ങനെ തോന്നിയ വാസത്തിൽ നിന്ന് തോന്നിയ വാസത്തിലേക്കായി അള്ളാഹുവിൻ്റെ നിയമപരിധികളെയെല്ലാം അവർ അതിലംഘിക്കുന്നു. അള്ളാഹു കൽപ്പിച്ച പ്രകാരമാണ് ആദ്യം മുതൽക്കേ ത്വലാഖ് നടക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്കൊന്നും ആവശ്യം നേരിടുമായിരുന്നില്ല. ഏതായാലും ഈ ചടങ്ങ് നിൽക്കലും ചടങ്ങു നിർത്തലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വിവാഹവും ശരിയല്ലെന്നും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ലംഘിക്കലാണെന്നും മുകളിൽ വിവരിച്ചതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. മാത്രമല്ല, ഈ ചടങ്ങിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്യം ഓർമ്മയിലുള്ള ഒരു മുസ്ലിം സത്യവിശ്വാസം അയാളുടെ ഹൃദയത്തിൽ സ്ഥലം പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചടങ്ങിനെ അനുകൂലിക്കുകയില്ല തന്നെ. വായ്പ വാങ്ങിയ കൂറ്റനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അത് ചടങ്ങു നിൽക്കുന്നവനാണ്. ചടങ്ങു നിൽക്കുന്നവനെയും ആർക്കു വേണ്ടി ചടങ്ങു നിൽക്കുന്നുവോ അവനെയും അള്ളാഹു ശപിക്കട്ടെ. ഇബ്നു മാജ, ബൈഹഖി, ഹാക്കിം. ഇതുപോലെ വേറെയും ചില റിവായത്തുകൾ കാണാം. ഈ വചനങ്ങളിലടങ്ങിയ വിധികളെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് പഴുതില്ലാത്ത വിധം കർശനമായ വിധികളാണെന്നും അവയെ ലംഘിക്കുകയോ മറികടക്കുകയോ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്കും കോപശാപത്തിനും കാരണമായിത്തീരുമെന്നും അള്ളാഹു ശക്തിയായി താക്കീത് ചെയ്തിരിക്കുന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ നിയമാതിർത്തികളാണവയെന്ന് 4-5 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു. ആ അതിർത്തി ലംഘിക്കുന്നവരാണ് അക്രമികളെന്ന് ആദ്യവചനത്തിൻ്റെ അവസാനത്തിലും അറിയുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ വിവരിക്കുന്നതെന്ന് 2ാമത്തെ വചനത്തിൻ്റെ അവസാനത്തിലും ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഇനി മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഒരേ സമയത്തു തന്നെ ഒറ്റയടിക്ക് 3 ത്വലാഖും നടത്തുന്ന സമ്പ്രദായത്തെക്കുറിച്ച് 2 വാക്കുകൂടി സംസാരിക്കാം. ആയത്തിൽ കണ്ട പ്രകാരം ഓരോ ത്വലാഖും വെവ്വേറെ പ്രാവശ്യത്തിലായിരിക്കുന്നതാണ് ത്വലാഖിൻ്റെ സാക്ഷാൽ രൂപമെന്നും അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും അതിനെതിരെ പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്നുമുള്ളതിൽ ഖുർആനിൽ വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമിനും തർക്കമുണ്ടായിരിക്കുവാൻ അവകാശമില്ല. എന്നാലും അങ്ങനെ ഒരേ അടിക്ക് 3 ത്വലാഖും ഒന്നിച്ചു നടത്തിയാൽ അങ്ങനെ ചെയ്യുന്നത് നിയമദൃഷ്ട്യാ ഹറാമാകട്ടെ അല്ലാതിരിക്കട്ടെ അതെങ്ങനെ നടപ്പിൽ വരുത്താം? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത്. ആ അഭിപ്രായങ്ങൾ ഇന്നും ഇന്നലെയും ഉണ്ടായതുമല്ല, ഏറെക്കുറെ സ്വഹാബികളുടെ കാലം മുതൽക്കു തന്നെ നിലവിലുള്ളതാകുന്നു. എത്രയോ കക്ഷിവഴക്കുകളും ആരോപണ പ്രത്യാരോപണങ്ങളും ഇത് സംബന്ധിച്ച് മുമ്പ് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നു. പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായങ്ങളും ത്വലാഖിന് പ്രയോഗിക്കുന്ന വാക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണങ്ങളും ഓരോ അഭിപ്രായത്തിൻ്റെയും ന്യായങ്ങളും തെളിവുകളും എതിർഭാഗത്തു നിന്നുള്ള മറുപടികളും സാമാന്യമായിട്ടെങ്കിലും വിവരിക്കുന്ന പക്ഷം അതൊരു പ്രത്യേക ഗ്രന്ഥം തന്നെ ആയിത്തീരും. ചിലരെല്ലാം അങ്ങനെ പ്രത്യേക ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനിവിടെ സ്ഥാനവും സന്ദർഭവുമില്ല. ഖുർആൻ വചനങ്ങളുടെ ആശയവൃത്തത്തിൽ നിന്ന് പുറത്തുകടന്നുള്ള വിവരണം നമുക്ക് യോജിച്ചതുമല്ല. അതോടുകൂടി ഈ വിഷയത്തിലുള്ള തർക്കവിതർക്കങ്ങളെപ്പറ്റി സാമാന്യമായെങ്കിലും കേട്ടറിയാത്തവർ ഇക്കാലത്ത് തുലോം കുറവുമായിരിക്കും. അതുകൊണ്ട് യാതൊരു വിശദീകരണത്തിനും ഇവിടെ മുതിരുവാൻ ഉദ്ദേശിക്കുന്നില്ല. സന്ദർഭവശാൽ നിലവിലുള്ള പ്രധാന അഭിപ്രായങ്ങളുടെ രത്നച്ചുരുക്കം മാത്രം ഉദ്ധരിച്ച് മതിയാക്കാം. 3 ത്വലാഖും ഒന്നിച്ച് ഒരേ വാചകത്തിൽ പറഞ്ഞാൽ അതിൻ്റെ സാധുതയെപ്പറ്റി പ്രധാനമായും 4 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. 1. ഒന്നുപോലും സാധുവാകുകയില്ല. കാരണം അത് ബിദ്അത്തായ അഥവാ അനാചാരമായ ത്വലാഖാകുന്നു. ളാഹിരി മദ്ഹബുകാരായ ചിലരുടെയും ഷിആ വിഭാഗത്തിൻ്റെയും അഭിപ്രായമാണിത്. ബിദ്അത്തായ ത്വലാഖിൽ ഇത് പെടുമോ, പെട്ടാൽ തന്നെയും സാധുവാകുമോ എന്ന വിഷയത്തിലും പണ്ഡിതന്മാർക്ക് ഏകോപിച്ച അഭിപ്രായമില്ല. 2. ഒന്നു മാത്രം സാധുവാകും, ബാക്കി 2ഉം നിരർത്ഥമായിരിക്കും. അതിനാൽ യുദ്ധകാലത്ത് മടക്കിയെടുക്കുന്നതിന് അത് തടസ്സമാകുകയില്ല. ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പൊതുവെ മനസ്സിലാകുന്നതും ത്വലാഖിൻ്റെ അടിസ്ഥാന തത്വങ്ങളോട് യോജിച്ചതും ഈ അഭിപ്രായമാകുന്നു. സ്വഹാബികളിലും മുൻഗാമികളായ മഹാന്മാരിലും പെട്ട ചിലർ ഈ അഭിപ്രായക്കാരാകുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല മുതലായ പണ്ഡിതന്മാരും ഈ അഭിപ്രായമാണ് ശരിവച്ചിരിക്കുന്നത്. തെളിവിൻ്റെ പിൻബലം കൂടുതൽ കാണുന്നതും ഇതിനാകുന്നു. 3. 3ഉം സാധുവാകും. അതുകൊണ്ട് പിന്നീട് മടക്കിയെടുക്കുവാനോ മറ്റൊരാൾ വിവാഹം കഴിച്ചു ത്വലാഖും ഇദ്ദയും കഴിഞ്ഞ ശേഷമല്ലാതെ വീണ്ടും വിവാഹം കഴിക്കുവാനോ പാടില്ല. മുൻകാലത്തും പിൽക്കാലത്തുമുള്ള ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതാകുന്നു. പ്രധാന മദ്ഹബുകളിലും ഈ അഭിപ്രായമാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്.
4. ഭർത്താവും ഭാര്യയും തമ്മിൽ സംയോഗം നടന്നിട്ടുണ്ടെങ്കിൽ 3 സാധുവാകും. ഇല്ലാത്ത പക്ഷം 1 സാധുവാകുകയുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാരായ പലരുടെയും ഇസ്ഹാഖ് ബിനു റാഹവൈഹി റഹിമഹുല്ലയുടെയും അഭിപ്രായം ഇതാണെന്ന് കാണുന്നു. ഇതാണ് അഭിപ്രായങ്ങളുടെ ചുരുക്കം. കൂടുതൽ വിശദീകരണം ആഗ്രഹിക്കുന്നവർ യഥാസ്ഥാനങ്ങളിൽ നിന്ന് അന്വേഷിച്ചറിയേണ്ടതാകുന്നു. മേൽക്കണ്ട അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് വിവരിച്ച ശേഷം പ്രസിദ്ധ ഹദീസു ഗ്രന്ഥമായ ബുലൂഗുൽ മറാമിൻ്റെ വ്യാഖ്യാതാവ് അല്ലാമ മുഹമ്മദ് ബിനു ഇസ്മായിൽ സ്വൻആനി റഹിമഹുല്ല ചെയ്ത ഒരു പ്രസ്താവനയുടെ സാരം ഇവിടെ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നു, ശാഖാവിഷയങ്ങളിൽ ചർച്ച നടത്തുന്നവർ ഈ വിഷയത്തിൽ ദീർഘമായി സംസാരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു 3 ത്വലാഖും നടപ്പിലാക്കി. അടിക്കുറിപ്പ്: ഒരേ അവസരത്തിൽ നടത്തപ്പെട്ട 3 ത്വലാഖാണ് ഉദ്ദേശ്യം എന്നതിനെ ആസ്പദമാക്കി 4 മദ്ഹബുകളുടെ ആൾക്കാരെല്ലാം അതിൽ യോജിച്ചിരിക്കുന്നു. അടിക്കുറിപ്പ്: ജനങ്ങൾ ത്വലാഖിൻ്റെ കാര്യത്തിൽ ധൃതി കൂട്ടി തുടങ്ങിയതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കുവാനായിരുന്നു അങ്ങനെ അദ്ദേഹം നടപ്പാക്കിയതെന്ന് അതേ റിവായത്തിൽ തന്നെ കാണാം. അതിനോട് വിയോജിക്കുന്നവരെപ്പറ്റി അവരുടെ പ്രതിഷേധം വളരെ കഠിനമാകുന്നു. 1 സാധുവാകുകയുള്ളൂ എന്ന് ഫത്വ ചെയ്ത അഥവാ വിധി പറഞ്ഞ കാരണത്താൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല മർദ്ദനമേൽക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഹാഫിദ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയെ ഒട്ടകപ്പുറത്ത് കയറ്റി നാട് ചുറ്റിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ശാഖാപരമായ ഒരു വിഷയത്തിലുള്ള കടുത്ത പക്ഷപാത മനസ്ഥിതി മാത്രമാണിതെന്ന് പറയേണ്ടതില്ല. സമുദായത്തിലെ മുൻഗാമികൾക്കും പിൻഗാമികൾക്കും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണിത്. എന്നിരിക്കെ ഭിന്നാഭിപ്രായമുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും ഒന്നിനെ അനുകൂലിക്കുന്നവരെപ്പറ്റി ആക്ഷേപിക്കുവാനില്ലെന്ന വസ്തുത പ്രസിദ്ധമാണ്. ചിന്തകരും ഭയഭക്തന്മാരുമാകുന്ന നീതിമാന്മാരും അല്ലാത്തവരും തമ്മിൽ വേർതിരിയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാകുന്നു.